വെറുതെ ഇന്ന് സെമിനാറിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ വന്നേക്കണത് വിസ്മാറിലാണ് കേട്ടോ. വിസ്മാർ എന്ന് പറയുന്നത് അത്യാവശ്യം വേൾഡ് എന്തോ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നഗരമാണിത്, ഒരു തുറമുഖ നഗരമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാണ്. അതിന് ഞങ്ങളുടെ ഷെഫ് ഞങ്ങൾക്കൊരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതണം. വിസ്മാറിൽ തന്നെയുള്ളത് ഞങ്ങൾ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു കീർഷ അന്വേഷിച്ച് നടക്കുകയുണ്ട് ഗൈസ്. കീർഷ കണ്ടുപിടിക്കണം. നല്ല രസമാണ്. ഞങ്ങൾക്ക് ഒരേ പ്ലേസിൻ്റെ സ്ഥലം പറയും, അത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട്. കീർഷ എത്തിയേട്ടാ. ഇതാണ് നിക്കോളായ് കീർഷ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം ഗൈസ്, ഇത് ഈ പള്ളി എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പള്ളിയാണ്. പുള്ളിയാണ് ഇവിടെ മെയിനായിട്ട് ആരാധിക്കുന്നത്. സെൻറ്റ് നിക്കോളാസ് പുണ്യാണ്. പുള്ളിയാണല്ലോ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് നമ്മൾ പറയണത്. അപ്പം പുള്ളിയുടെ പള്ളിയാണത്. വലിയ പള്ളിയാണ്ടതല്ല. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ 2 യൂറോ കൊടുക്കണം. എന്തായാലും പ്രാർത്ഥിക്കാൻ വരെ കാശ് കൊടുക്കണം. എൻ്റെ പൊന്നെ, ഇതൊരു സാധാരണ പള്ളിയല്ല കേട്ടോ. കുറേ ഹാളുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ്. ഗോത്തിക് സ്റ്റൈലിലാണ് അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ. ഗോത്തിക് സ്റ്റൈലാണ് ഇത് ഫുള്ള് ഇതിൻ്റെ സ്ട്രക്ചർ, ഈ പള്ളിയുടെയൊക്കെ. ഓ, ഇതായിരുന്നു ആൾക്കാരം. കൊള്ളാട്ടത്. ഒരു 1.5 പള്ളി അത്. Was ist das, Bruder? Wer? Marktplatz Herzogin Sophie. വിശുദ്ധ സോഫിയയുടെ കല്ലറയാണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിശുദ്ധനെ കുറിച്ച് കേൾക്കുന്നത്. ഡൊമിനിക്കൻ ഞങ്ങൾ ബോട്ടിൽ കയറിയേട്ടാ. വലിയ കാട്ടൊരു ബോട്ടിൽ നടുക്കടലിലോട്ട് പോവുകയാണ് കൈസ്. ആദ്യമായിട്ട് കടലിലോട്ട് വീണ്. കടലൊന്ന് ഒരു റുണ്ട് പോയിട്ട് വരാം. അല്ലെ പച്ചാമര കണ്ടത് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിലെ കപ്പല് പോലത്തെ കപ്പല്, പായ്ക്കപ്പല്, പഴയ മോളില് പായ്ക്കപ്പല്. Zu diesen Schwedenköpfen sein Steuermauer. Das Gebäude, das ist das älteste Gebäude hier im Hafen von Wismar. Es ist das sogenannte Baumhaus. Aber nicht, weil da 2 Bäume davor stehen, heißt es so, sondern früher wurde der alte Hafen hier in Wismar durch ein quer über dem Wasser liegenden Schlagbaum. നല്ല ആട്ടമുണ്ട് ഷിപ്പിന്. അലക്സ് ആണെങ്കിൽ ഇത് ഇവിടെ ഫേവർ ചെയ്യാൻ പറ്റും. ഭയങ്കര ആട്ടമാണ്.
Sogar 37,8 Kilometern ഞങ്ങൾ immerhin ആദ്യമായിട്ടാണ് mit ഷിപ്പിൽ വന്നത്. Großstücke ഇത് കേട്ടിട്ടില്ലേ ഇതിന് മുമ്പ്? Ja, Außenleben circa പറക്കില്ല കടിക്കുന്നത്. ഇത് കണ്ടോ? ഞങ്ങളിപ്പോൾ കടലിൻ്റെ നടുക്കത്, കടലിൻ്റെ നടുക്കല്ലട്ടാ എത്താറായി. ഷിപ്പിൻ്റെ ബാക്കിൽ നിൽക്കുക. നല്ല ആട്ടമുണ്ട് ഷിപ്പ് വരുന്നത്, നല്ല ആട്ടമുണ്ട്. ഞങ്ങൾ ഷിപ്പിൻ്റെ ബാക്കിൽ കേട്ടോ, ബാക്കിലാണ് നല്ല ശരിക്കും ആട്ടമൊക്കെ അറിയാൻ പറ്റും. ഇവിടെ ജർമ്മനിയുടെ ഫ്ലാഗ് അടിപൊളിയാണ്, നല്ല ആട്ടം. പിന്നെ കടലിൽ നിന്ന് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. വ്ലോഗ് എൻഡ് ചെയ്യണ്ട, കാരണം ഞങ്ങളുടെ സെമിനാർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ പൗസിക്ക് വേണ്ടി ഇറങ്ങിയേക്കണാണ്. കുറച്ച് നേരം യാത്ര ചെയ്തിട്ട്. ഇഷ്ടല്ല